കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളിതാ രാവിലെ എണീച്ച് കുട്ടികളെ മദ്രസയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് പല പാത്രവും വണ്ടീൻ്റെ ചാവിയൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറിയൊരു ക്ലീനിങ് ടിപ്സൊക്കെയാണ്. വീടെപ്പോഴും അടുക്കളയും വീടൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ചെറിയ കുറച്ച് ടിപ്സ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീച്ച് ഇപ്പോൾ നേരം വെളുക്കാൻ കുറച്ച് ഒന്ന് സമയം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടുണ്ട്, വീഡിയോയിൽ കാണുന്നതിൻ്റെ അത്രയും വെളിച്ചമല്ല കേട്ടോ. അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഇരുട്ടറിയണത്. അപ്പോൾ ഇന്നൊരാളെ മാത്രം ഇട്ടാക്കിയുള്ളൂ കേട്ടോ. ചെറിയ ആൾക്ക് പനി ഭേദമായി വരുന്നല്ലോ. അപ്പോൾ അവരെ മദ്രസയ്ക്ക് ഇട്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്കും നേരൊക്കെ വെളുത്ത് നല്ല വെളിച്ചം വന്നു. അപ്പോൾ നമ്മൾ കടല പൊഴുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കായിട്ട് ഇക്കാക്ക് കടല പൊഴുക്കി കൊടുക്കും. കാരണം പ്രോട്ടീന് നല്ല ഉള്ള സംഭവമാണ് ഈ വെള്ളക്കടല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഉപ്പും ഒരു പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചാണ്, തലേദിവസം കുതിർത്തി വെച്ചാണ് കേട്ടോ. നമ്മളെ കറിക്കടലേനേക്കാളും പ്രോട്ടീൻ കൂടുതലാണ് ഇത്ര കേട്ടോ ഈ വെള്ളക്കടലയ്ക്ക്. ഇപ്പോൾ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 1 മാസമായി കേട്ടോ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് പ്രോട്ടീനുള്ള എന്തെങ്കിലുമൊക്കെയാണ് അങ്ങനെ കഴിക്കുക. അപ്പോൾ രാവിലെ ചായക്കപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു, വെള്ളം വെച്ച് പഞ്ചസാര ഇട്ട് ഇനിയിപ്പോൾ അതൊക്കെ നന്നായിട്ട് പാലും വെള്ളവും കൂടി നന്നായി തിളച്ച ശേഷമാണ് ഞാൻ പൊടി ഇടുള്ളൂ കേട്ടോ. അപ്പോൾ കടല അവിടെ വിസിലടിച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വേഗം വേവും കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ തിളപ്പിച്ചു. ഇനി ഈ കടല ഒന്ന് താളിക്കാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് താളിക്കാനായിട്ട്. അപ്പോൾ ചായ മാറ്റി വെച്ചു. ഇനി കടല താളിക്കാനുള്ള ചീനിച്ചട്ടി കൈയോടെ വെച്ചിട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടലയല്ലേ, അപ്പോൾ ഗ്യാസ് ഒന്നും ഇതാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയൊന്നും ഇടുന്നില്ല, വെറുതെ നമ്മൾ പുഴുക്കാക്കിയിട്ട് കഴിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ താളിച്ച് ഇതാക്കി. അപ്പോൾ ഇക്കാക്കുള്ള കടലയും ചായയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചുള്ളത് ഞാൻ കഴിക്കും കേട്ടോ. നല്ല രസമാണ് ചായയുടെ ഒപ്പം ഇങ്ങനെ കഴിക്കാനായിട്ടോ രാവിലെ. അപ്പോൾ അതിനി താഴെ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ എനിക്കുള്ള ചായ എടുത്ത് ഞാൻ കടലയൊക്കെ എടുത്ത് കുക്കറിൽ തന്നെ കഴിക്കുക, വേറെ പാത്രത്തിലേക്ക് പിന്നെ അത് കഴുകണ്ടേ എന്നുള്ളൊരു മടി കൊണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി പിന്നെ കുട്ടികൾക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്, സ്കൂളില്ലല്ലോ, അപ്പോൾ ഒന്ന് നമ്മൾ തന്നെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു. നല്ല മട്ടരിച്ചോറാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ചിനി റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കണം. പിന്നെ നമ്മൾ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് മതിയാവും. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്കല്ല കറി വേണ്ടല്ലോ, നല്ല അടിപൊളി മുളകിട്ട വാളക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാള. പിന്നെ കുട്ടികൾക്കായിട്ട് തന്നെ കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാനായിട്ട് കേട്ടോ. അവർക്ക് ഈ മീൻ പൊരിച്ചത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കറി വയ്ക്കൽ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ ഒരുക്കി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള അങ്ങനെ തുടച്ച് ക്ലീനാക്കി വെച്ചു കേട്ടോ. നമ്മുടെ പണി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ക്ലീനാക്കിയിട്ടാണ്ടല്ലോ നല്ല ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, ചിലർ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അതവിടെ വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ അടുക്കളയ്ക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കംഫർട്ടല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ ഗ്യാസ് അടുപ്പൊക്കെ നല്ല വൃത്തിയാക്കി വെച്ച് വീതനൊക്കെ തുടച്ച് വെച്ചാൽ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിടക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെപ്പോഴും കഴുകി വെക്കണം കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവരൊക്കെ നമ്മൾ കുലുക്കുഴിയ കൈയൊക്കെ കഴുകുമ്പോൾ അവർ നമ്മളെപ്പോലെ അങ്ങനെ ശ്രദ്ധിക്കില്ല, നമ്മളെപ്പോലെ വെള്ളം ഒഴിച്ചു വിടുകയൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈ വാഷ് ബേസ് ഉണ്ടല്ലോ, അത് എപ്പോഴും നമ്മളൊന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരിക, അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വാഷ് ബേസ് കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളെപ്പോഴും വാഷ് ബേസൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതേപോലെ തന്നെ അധികവും മിക്കവാറും നമ്മളൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അധികം ചളിയൊന്നുമില്ല ഇവിടെ, എന്നാലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അധികം ചളിയൊന്നുമില്ല. എന്നാലും കുട്ടികളല്ലേ, അപ്പോൾ അവർ
ഈ ചായ കൊടുത്തത് കളഞ്ഞ് നമ്മളപ്പോൾ തുടച്ചാലും പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് വരങ്ങിയിട്ടും കുത്തിയിട്ടും അതും ഇതൊക്കെ കളഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടർ പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ദിവസവും തുടച്ചിട്ടില്ലെങ്കിലും ഒന്നരാടെങ്കിലും തുടച്ചെടുത്താൽ വീട് നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിലും നിലത്തൊക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ തുടച്ചെടുത്താൽ. ഡെയിലി നമ്മൾ തുടച്ചിട്ടില്ലെങ്കിലും ഒന്നരാടെങ്കിലും ഇങ്ങനെ തുടച്ചാൽ വീട് എപ്പോഴും ക്ലീനായിട്ട് നല്ല കാണാൻ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും കേട്ടോ. ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല, കാരണം ഇവിടെ മുറ്റത്ത് കളിയൊന്നും ചളി ചോട്ടി കയറ്റുള്ള പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് അധികം വൃത്തികേടായിട്ടിരിക്കില്ല. ഒന്നരാടെങ്കിലും തുടച്ചാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കായിട്ടുള്ള ചെറിയൊരു ടിപ്സ്, വലിയ ടിപ്സായിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ചെറിയ കുക്കിങ്ങും ക്ലീനിങ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി കുറച്ച് ടിപ്സൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.